നമ്മുടെ കുട്ടിക്കാലത്തിന്റെയോ അല്ലെങ്കിൽ അതിനും മുൻപുള്ള തലമുറയുടെയോ ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നടന്നാൽ ഒരു പേര് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു വരും. സെവൻ സീസ്. ഒരുപക്ഷെ കടുത്ത ഗന്ധമുള്ള എന്നാൽ ആരോഗ്യത്തിന് അത്യുത്തമമായ കോഡ് ലിവർ ഓയിൽ ഗുളികകളെക്കുറിച്ചായിരിക്കും നമ്മുടെ ഓർമ്മ. ഇന്ന് ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ ലോകം നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ഈ രംഗത്ത് ഒരു വലിയ ചരിത്രത്തിന് തുടക്കമിട്ടതും പല തലമുറകളുടെ ആരോഗ്യത്തിന് താങ്ങും തണലുമായി നിന്നതുമായ ഒരു പേരാണ് സെവൻ സീസ്. ഈ വീഡിയോയിൽ സെവൻ സീസ് ഹെൽത്ത് കെയർ എന്ന ബ്രാൻഡ് എങ്ങനെയാണ് പിറന്നതെന്നും ലോകമെമ്പാടുമുള്ള വീടുകളിൽ അതിനെ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നും പിന്നീട് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചു കാലം കേൾക്കാതെ പോയെന്നും ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്തായിരിക്കുന്നുവെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. സെവൻ സീസിന്റെ കഥ തുടങ്ങുന്നത് 1935 ഇംഗ്ലണ്ടിലെ ഹൾ എന്ന തുറമുഖ നഗരത്തിലാണ്. മത്സ്യബന്ധനം ഉപജീവനമാക്കിയ ഒരു കൂട്ടം ട്രോളർ ഉടമകൾ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു അത്. ബ്രിട്ടീഷ് കോഡ് ലിവർ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ് എന്നായിരുന്നു ആ സഹകരണ സ്ഥാപനത്തിന്റെ ആദ്യ പേര്. കോഡ് ലിവർ ഓയിലിന്റെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് 1700-കൾ മുതൽ തന്നെ ലോകത്തിന് അറിയാമായിരുന്നു. പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ച് റിക്കറ്റ്സ് പോലുള്ള എല്ലുകളുടെ രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയായി ഇത് ഉപയോഗിച്ചിരുന്നു. തുടക്കത്തിൽ ബ്രിട്ടീഷ് കോഡ് ലിവർ ഓയിൽ ഈ എണ്ണ മൃഗങ്ങളുടെ ഭക്ഷണ ആവശ്യങ്ങൾക്കായിരുന്നു പ്രധാനമായും വിറ്റിരുന്നത്. എന്നാൽ മത്സ്യബന്ധനത്തിന്റെ ഒരു ഉപോൽപ്പന്നമായ ഇതിന് മനുഷ്യന്റെ ആരോഗ്യരംഗത്ത് വലിയ സാധ്യതയുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. ട്രോളർ ഉടമകൾ കടലിൽ വെച്ച് തന്നെ കോഡ് മത്സ്യത്തിന്റെ കരൾ വേർതിരിച്ച് എണ്ണയെടുക്കാൻ തുടങ്ങി. ഇങ്ങനെ വേർതിരിച്ചെടുത്ത എണ്ണയ്ക്ക് ഉയർന്ന ഗുണനിലവാരം ഉണ്ടായിരുന്നു. ഈ ഉൽപ്പന്നം 1936-ൽ അവർ ആകർഷകമായ ചെറിയ കുപ്പികളിൽ വിപണിയിലെത്തിച്ചു. അങ്ങനെ ഗുണമേന്മയുള്ള ഈ കോഡ് ലിവർ ഓയിൽ സെവൻ സീസ് എന്ന ബ്രാൻഡ് നാമത്തിൽ ലോകത്തിന് മുന്നിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടു. സെവൻ സീസ് എന്ന ബ്രാൻഡിന്റെ പ്രാധാന്യം വെറും ഒരു വാണിജ്യ ഉൽപ്പന്നം എന്നതിലുപരി ഒരു ദേശീയ ദൗത്യമായി മാറിയ ഒരു കാലഘട്ടമുണ്ട്. അതാണ് രണ്ടാം ലോക മഹായുദ്ധകാലം. 1940-കളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഫുഡിന്റെ നേതൃത്വത്തിൽ വെൽഫെയർ ഫുഡ് സ്കീം എന്നൊരു പദ്ധതി നടപ്പിലാക്കി. യുദ്ധം കാരണം സാധാരണക്കാരുടെ ഭക്ഷണക്രമം മോശമാവുകയും പോഷകാഹാരക്കുറവ് ഒരു വലിയ പ്രശ്നമാവുകയും ചെയ്ത സമയമായിരുന്നു അത്. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും സെവൻ സീസ് പ്യുവർ കോഡ് ലിവർ ഓയിൽ സൗജന്യമായി വിതരണം ചെയ്യാൻ തുടങ്ങി. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി എന്നിവയുടെ കുറവ് നികത്തി രാജ്യത്തെ അടുത്ത തലമുറയുടെ ആരോഗ്യം ഉറപ്പുവരുത്താൻ ഈ ബ്രാൻഡ് ഒരു വലിയ പങ്കുവഹിച്ചു. സെവൻ സീസ് ബ്രിട്ടീഷ് ജനതയുടെ ആരോഗ്യത്തിന്റെ പ്രതീകമായി മാറിയത് അങ്ങനെയാണ്. കോഡ് ലിവർ ഓയിലിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ സുഖകരമല്ലാത്ത രുചിയും ഗന്ധവുമായിരുന്നു. 1950-കളോടെ ആളുകൾക്ക് വിറ്റാമിനുകൾ കഴിക്കാൻ എളുപ്പമുള്ള മാർഗങ്ങൾ, ഉദാഹരണത്തിന് ഹാലിബൊറൈൻസ് പോലുള്ള ടാബ്ലറ്റുകൾ വിപണിയിൽ വന്നു തുടങ്ങി. ഈ വെല്ലുവിളിയെ മറികടക്കാൻ സെവൻ സീസ് ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നു. എളുപ്പത്തിൽ കഴിക്കാവുന്ന സെവൻ സീസ് പ്യുവർ കോഡ് ലിവർ ക്യാപ്സൂളുകൾ. ഇത് സെവൻ സീസിന്റെ വിപണിയെ വൻതോതിൽ വർദ്ധിപ്പിച്ചു. കാരണം മണവും രുചിയുമില്ലാതെ കോഡ് ലിവർ ഓയിലിന്റെ എല്ലാ ഗുണങ്ങളും ആളുകൾക്ക് ലഭിക്കാൻ തുടങ്ങി. 70-കളിലും 80-കളിലും സെവൻ സീസിന്റെ കോഡ് ലിവർ ഓയിൽ എന്ന ഒറ്റ ഉൽപ്പന്നത്തിൽ നിന്ന് വിറ്റാമിനുകളുടെയും പോഷക സപ്ലിമെന്റുകളുടെയും ഒരു വലിയ നിരയിലേക്ക് വളർത്തി. 1970-കളുടെ പകുതിയോടെ ഡാനിഷ് ശാസ്ത്രജ്ഞരായ ബാൻതും ഡയർബർഗും ചേർന്ന് നടത്തിയ ഒരു പഠനം ലോകാരോഗ്യ രംഗത്ത് വലിയ ചലനം സൃഷ്ടിച്ചു. ഗ്രീൻലാൻഡിലെ ഇന്യൂട്ട് ജനതയെക്കുറിച്ചുള്ള ഈ പഠനം അവർ ധാരാളമായി കഴിക്കുന്ന മത്സ്യത്തിൽ അടങ്ങിയ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഹൃദയാഘാത സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കണ്ടെത്തി. ഈ കണ്ടെത്തൽ സെവൻ സീസിന് ഒരു വഴിത്തിരിവായി. 1982-ൽ അവർ പൾസ് പ്യുവർ ഫിഷ് ഓയിൽസ് എന്ന പേരിൽ ഒരു പുതിയ ഹെൽത്ത് സപ്ലിമെന്റ് പുറത്തിറക്കി. ആരോഗ്യമുള്ള ഹൃദയത്തെ നിലനിർത്താൻ സഹായിക്കുന്നു എന്ന ടാഗ്ലൈനോട് കൂടിയ ഈ ഉൽപ്പന്നം ഒമേഗ 3-യെ ലോകമെമ്പാടും ജനപ്രിയമാക്കി. 1998-ൽ സെവൻ സീസ് അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂടുതൽ ഉയർത്താനായി ഓഷ്യൻ ഗോൾഡ് എന്ന പേരിൽ പേറ്റന്റ് നേടിയ ഒരു പുതിയ ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചു. എണ്ണയുടെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടാതെ അതിന്റെ ശുദ്ധീകരണം ഉറപ്പുവരുത്തുന്ന ഈ പ്രക്രിയ കോഡ് ലിവർ ഓയിൽ ശുദ്ധീകരണത്തിൽ ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിച്ചു. ഈ കാലഘട്ടത്തോടെ ജോയിന്റ് കെയർ, മൾട്ടി ബയോണ്ട, ഹാലിബൊറൈൻസ് തുടങ്ങിയ നിരവധി വിറ്റാമിൻ മിനറൽ സപ്ലിമെന്റ് ഉൽപ്പന്നങ്ങളിലേക്ക് സെവൻ സീസ് വളർന്നു. ഇനി നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. സെവൻ സീസ് ഹെൽത്ത് കെയറിന് എന്ത് സംഭവിച്ചു? പലപ്പോഴും ഒരു ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ കേൾക്കാതെയാവുന്നത് അതിന്റെ ഉൽപാദനം നിലയ്ക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അതിന്റെ ഉടമസ്ഥാവകാശം മാറുന്നത് കൊണ്ടാണ്. സെവൻ സീസിന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. 1974 മുതൽ 2019 വരെയുള്ള 45 വർഷക്കാലയളവിൽ സെവൻ സീസിനെ പല വൻകിട കോർപ്പറേഷനുകൾ കൈമാറ്റം ചെയ്തു. 1974-ൽ ബ്രിട്ടീഷ് കോഡ് ലിവർ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ് ഇംപീരിയൽ ഫുഡ്സ് എന്ന കമ്പനി ഏറ്റെടുത്തു. ഇത് ഇംപീരിയൽ ടുബാക്കോയുടെ ഒരു ഉപവിഭാഗമായിരുന്നു. ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ ഒരു പുകയില കമ്പനിയുടെ ഭാഗമായത് ഒരു വിരോധാഭാസമായിരുന്നു.
1986 ഇമ്പീരിയൽ ടുബാക്കോയെ ഹാൻസൺ ട്രസ്റ്റ് വാങ്ങിയപ്പോൾ സെവൻ സീസും ആ ഇടപാടിന്റെ ഭാഗമായി മാറി. സെവൻ സീസിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു 1996 കൈമാറ്റം. ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ ഭീമന്മാരായ ബെർഗ് ഗ്രൂപ്പ് സെവൻ സീസ് ലിമിറ്റഡിനെ സ്വന്തമാക്കി. ഒരു ആരോഗ്യ സംരക്ഷണ ബ്രാൻഡിനെ ഒരു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏറ്റെടുത്തതോടെ സെവൻ സീസിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറയിലും ഗുണനിലവാരത്തിലും കൂടുതൽ ഊന്നൽ നൽകി. ഈ കാലയളവിലാണ് സെവൻ സീസ് ലോകമെമ്പാടുമുള്ള 60-ലധികം രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വ്യാപിപ്പിച്ചത്. മെർക്ക് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലായിരിക്കുമ്പോൾ സെവൻ സീസിന്റെ ജന്മനാടായ ഹള്ളിലെ ഉൽപാദന കേന്ദ്രം 2015 ഏപ്രിലിൽ അടച്ചുപൂട്ടി. തുടർന്ന് ബ്രാൻഡിന്റെ വിൽപ്പന, മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ മെർക്കിന്റെ ലണ്ടനിലെ ആസ്ഥാനത്തേക്ക് മാറ്റി. ഇത് ഒരുപാട് പേർക്ക് നഷ്ടബോധമുണ്ടാക്കിയെങ്കിലും ബ്രാൻഡിന്റെ ആഗോള വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ മാറ്റം സംഭവിച്ചത്. സെവൻ സീസ് എന്ന ബ്രാൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ അധ്യായം തുടങ്ങുന്നത് 2019 2019 അമേരിക്കൻ മൾട്ടിനാഷണൽ കൺസ്യൂമർ ഗുഡ്സ് കോർപ്പറേഷനായ പ്രോക്ടർ ആൻഡ് ഗാംബിൾ P&G മെർക്ക് ഗ്രൂപ്പിന്റെ കൺസ്യൂമർ ഹെൽത്ത് കെയർ ബിസിനസിനെ പൂർണ്ണമായി ഏറ്റെടുത്തു. ഈ മെഗാ ഡീലിന്റെ ഭാഗമായി സെവൻ സീസ് എന്ന ബ്രാൻഡും മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങളും P&Gയുടെ ഉടമസ്ഥതയിലായി. പ്രോക്ടർ ആൻഡ് ഗാംബിൾ ലോകത്തിലെ ഏറ്റവും വലിയ FMCG കമ്പനികളിൽ ഒന്നാണ്. അവരുടെ വിശാലമായ വിപണന ശൃംഖലയും ഗവേഷണ സൗകര്യങ്ങളും സെവൻ സീസിന് പുതിയ വളർച്ചയ്ക്ക് വഴി തുറന്നു. സെവൻ സീസ് ഇന്നും സജീവമായി നിലകൊള്ളുന്നു. പ്രോക്ടർ ആൻഡ് ഗാംബിൾ ആണ് നിലവിൽ സെവൻ സീസ് ബ്രാൻഡിന്റെ ഉടമകൾ. സെവൻ സീസ് ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും ലോകമെമ്പാടുമുള്ള 100-ലധികം രാജ്യങ്ങളിലും ഇന്ത്യയിൽ ഉൾപ്പെടെ ലഭ്യമാണ്. ഇന്ത്യയിൽ പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഹെൽത്ത് ലിമിറ്റഡ് ആണ് ഈ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നത്. കോഡ് ലിവർ ഓയിൽ ക്യാപ്സൂളുകൾ, ജോയിന്റ് കെയർ ഉൽപ്പന്നങ്ങൾ, മൾട്ടി വിറ്റാമിനുകൾ, കുട്ടികൾക്കുള്ള ഹാലിബൊറൈൻസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇന്നും വിപണിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. 85 വർഷത്തിലധികം പഴക്കമുള്ള ഒമേഗ-3 ശാസ്ത്രീയ വൈദഗ്ധ്യമാണ് സെവൻ സീസ് ഇന്നും തങ്ങളുടെ പ്രധാന ആകർഷണമായി ഉയർത്തിക്കാട്ടുന്നത്. സെവൻ സീസ് ഹെൽത്ത് കെയർ പല കൈകളിലൂടെ കടന്നുപോയ ഒരു ബ്രാൻഡാണ്. എന്നാൽ ഓരോ കൈമാറ്റത്തിലും അതിന്റെ മൂല്യവും ശാസ്ത്രീയമായ അടിത്തറയും ഗുണമേന്മയും നിലനിർത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ബ്രാൻഡ് നാമങ്ങൾ കാലഹരണപ്പെട്ടു പോകുമ്പോഴും സെവൻ സീസ് ഇന്നും തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളുടെ ആരോഗ്യപരമായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ടു പോകുന്നത്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഇതാണ്: സെവൻ സീസ് ഹെൽത്ത് കെയർ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അതിന് സംഭവിച്ചത് ഉടമസ്ഥാവകാശം മാറിയെന്നതാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ ഗുഡ്സ് ഭീമന്മാരായ പ്രോക്ടർ ആൻഡ് ഗാംബിളിന്റെ ശക്തമായ പിന്തുണയോടെ സെവൻ സീസ് എന്ന ബ്രാൻഡ് കൂടുതൽ ശക്തിയോടെ നിലനിൽക്കുന്നു. തുടക്കത്തിൽ കോഡ് ലിവർ ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ ഒരു ചെറിയ സഹകരണ സംഘം യുദ്ധകാലത്ത് രാജ്യത്തെ രക്ഷിച്ച ഒരു ദേശീയ നായകനായി. പിന്നീട് ഒമേഗ-3യുടെ ഗുണങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിച്ച ഒരു ഇന്നൊവേറ്ററായി. ഇന്ന് ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളുടെ വിശ്വാസം നേടിയ ഒരു ആഗോള ആരോഗ്യ ബ്രാൻഡായി സെവൻ സീസ് നിലകൊള്ളുന്നു. കാലം മാറിയപ്പോഴും കടലിൽ നിന്നുള്ള ഗുണമേന്മയുള്ള ആരോഗ്യ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന സെവൻ സീസിന്റെ ലക്ഷ്യം മാറിയിട്ടില്ല. ഈ ബ്രാൻഡിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോയാൽ ഏത് പ്രതിസന്ധിയിലും ഒരു ബ്രാൻഡിന് അതിജീവിക്കാൻ സാധിക്കും എന്ന വലിയ പാഠമാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.